നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഒരു കൊച്ചു കുഞ്ഞിനുണ്ടായ സൗഖ്യമാണ്. അവൻ 7 വയസ്സ് പ്രായമുള്ളപ്പോൾ വരെ ആണ് അവൻ പ്രാർത്ഥനയ്ക്ക് വന്നത്. അന്ന് വരെ അവന് ആസ്മാറ്റിക് അലർജി ഉണ്ട്. എന്നാൽ വന്ന ദിവസം മുതൽ യേശു അവനെ സൗഖ്യമാക്കുകയും അവനെ പൂർണ്ണമായും വിടുവിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ കുടുംബത്തെയും വിടുവിക്കുകയാണ്. ബ്രദർ, ഈ മോനെ നോക്കി 2 ആഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു നിനക്ക് ആസ്മാറ്റിക് അലർജി ഉണ്ട്, അത് മാറുന്നെന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് ജനിച്ചിടം മുതൽ ആസ്മാറ്റിക് അലർജി ഉണ്ടായിരുന്നു. അത് നിമിത്തം ശ്വാസം മുട്ടലും ജനിച്ച നിമിഷം മുതൽ ഉള്ളതോ ആസ്മാറ്റിക് അലർജിയോ? എത്ര കൊല്ലോ? ഇപ്പൊ ഇവന് എത്ര വയസ്സുണ്ട്? 7 വയസ്സായി. 7 വയസ്സ് വരെ ആസ്മാറ്റിക് അലർജിയോ ഉണ്ടായിരുന്നു. അവൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു. മരുന്ന് കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ചയാണോ വന്നത്? കഴിഞ്ഞ ആഴ്ച. അന്ന് മുതൽ ശ്വാസം മുട്ടലില്ല, അലർജി ഇല്ല. അന്ന് രാത്രി മുതൽ അസ്വസ്ഥതയില്ല. കൈകളടിച്ച് കർത്താവിന്റെ നല്ല ആമേൻ പറഞ്ഞേ. തനിക്ക് 7 വയസ്സുണ്ട്. ജനിച്ച സമയം മുതൽ തനിക്ക് ആസ്മാറ്റിക് അലർജിയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് താൻ വന്നത്. ഇപ്പോൾ പരിപൂർണമായിട്ട് സൗഖ്യമായി എന്ന് പറയുന്നത്. ഒന്ന് ആർത്ത് വിളിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. കഫക്കെട്ടും ശ്വാസം മുട്ടും. ഞാൻ ഈ മോനെ നോക്കുമ്പോൾ ഇവന്റെ പുറകിൽ നിൽക്കുന്ന അലർജിയാ കാണുന്നത്. പിന്നെ ശ്വാസം മുട്ടലല്ല കാണുന്നത്, അലർജിക് ആസ്മയാ കാണുന്നത്. ആസ്മാറ്റിക് അലർജി എന്ന് പറയത്തില്ലേ. 2, ഇവന്റെ നോസിന്റെ മുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. എവിടുന്നാ ബ്രദർ വരുന്നേ? ആദ്യമായിട്ട് വരുവാണോ? 2ാമത്തെ പ്രാവശ്യം. ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ച് അവന്റെ മൂക്ക് തൊടപ്പെടുക കേട്ടോ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ ഫാദർ ഇൻ ദി നെയിം ഓഫ് ജീസസ്, എന്റെ മൂക്ക് സൗഖ്യമാകട്ടെ. അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറയണം കേട്ടോ. കർത്താവേ, നിന്റെ മോന് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി. ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ച് ഇവനൊരു അത്ഭുത സൗഖ്യം കൊടുത്തു എങ്കിൽ ഇവൻ ചെറുപ്പത്തിലെ ഒരു നല്ല മിനിസ്റ്റർ ആകട്ടെ. യേശുവേ, അങ്ങയുടെ അത്ഭുത കരത്തിനായി സ്തോത്രം. ഇവന് ചെറുപ്പത്തിലെ നല്ലൊരു ശുശ്രൂഷകനാകട്ടെ. അപ്പാ, താങ്ക് യു വെരി മച്ച്. സന്തോഷത്തോടെ പോയട്ടെ.